ഗൂഗിളിൽ ഒരാൾ അന്വേഷിച്ചാലും വരും ഇതില്. വരും ആ? വരും. ഓ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലേ? ആര് ടൈപ്പ് ചെയ്താലും വരും. സലീം കുമാർ എന്ന പേര് കൊടുത്ത് ടൈപ്പ് ചെയ്തതാ. അപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ അടുത്ത പേർക്ക് പോട്ടെ, കല്യാണം കഴിച്ചിട്ടുണ്ട്. സലീം കുമാർ ആൻഡ് ദിലീപ് ആർ ഫ്രണ്ട്സ് ഓർ എനിമീസ്? ലാബി കൊടുത്ത് പരിശോധിക്കുന്ന ഒരു കേസാണത്. കൊറോണയുടെ ടെസ്റ്റ് ചെയ്യണത് നോക്കിയാണ്. മലയാളികളൊന്നുമല്ല, വെറുതെ ചുമ്മാ. ഇത് മലയാളികൾ തന്നെ, സംശയമില്ലാത്ത കാര്യം. എന്നാലും കേട്ടോ, അതിനെ പറ്റി എന്താണ് പറയാനുള്ള? ആരോ തെരഞ്ഞെടുക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പണിക്ക് വന്ന ബംഗാളികളും മലയാളം പഠിച്ചതിന് ശേഷം എല്ലാവരും ടൈപ്പ് ചെയ്തായിരിക്കും, അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ എന്താണ് എനിമിസ്, ശത്രുത കാരണം വേണ്ടേ? അല്ല, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇവരുടെ ഒരു ഭയങ്കര റീൽ ഇപ്പം ഓടുന്നുണ്ട് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട്. CID മൂസയില് സലീമേട്ടൻ എന്തോ 1-2 പറഞ്ഞ് ഞാൻ ഇറങ്ങി പോവാണെന്ന് പറഞ്ഞെന്ന്. ഇത്രേ ഉള്ളൂ. എന്തോ ക്യാപ്റ്റൻ രാജുവിന്റെ ക്യാരക്ടറും സലീമേട്ടന്റെ ക്യാരക്ടറും എന്തോ 2 ഭ്രാന്തന്മാരോ. അതൊരു ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. റീല് ഇറങ്ങി പോയി ഞാൻ പോകുന്നുണ്ട്, അല്ലാണ്ട് വേറെ തർക്കങ്ങളൊന്നും ഇല്ലാത്ത. അത് മതി. ഞാൻ പാലക്കാട് ഷൂട്ടിങ്ങിന് പോയി. അതൊക്കെ തന്നെ കാര്യം. അങ്ങനെ അത് അതിൽ ഒരു ശത്രു ഒന്നും ഇല്ലാത്ത. ദിലീപിന് ശത്രു തോന്നിട്ട് ഇറങ്ങി പോകുന്നതല്ലേ ഞാനും. അത് ഫ്രണ്ട്ഷിപ്പിന്റെ മറ്റൊരു ഭാഗമായിട്ട് ഉള്ള ഇറങ്ങിപ്പോക്കണ്ടല്ലോ. ഇങ്ങനെ ഈ ഫ്രണ്ട്സായിട്ട് അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്? പിന്നെ ഇല്ലാണ്ട്. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ആരുമായിട്ടായിരിക്കും ഫ്രണ്ട്സിന്റെ ഇടയിൽ, ഈ ഗാങ്ങില് സ്നേഹത്തിന്റെ പേരിലുള്ള അടികള്? എല്ലാവരും ഉണ്ടാകും. പിന്നെ അതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ അതാണല്ലോ അടി എന്ന് വെച്ചാല് വേദനിക്കാത്ത അടികൾ. എന്നാൽ ഒരു 3 AM ഫ്രണ്ട് എന്ന് പറഞ്ഞ ആരായിരിക്കും? അതായത് 3 മണിക്കും സലീമേട്ടന് ഫോൺ വിളിച്ചിട്ട് ആർക്കും വിളിക്കാം. അങ്ങനല്ല, സലീമേട്ടൻ വിളിക്കുന്ന ആരെയായിരിക്കും? 3 മണിക്ക് തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പൊന്നെ, അതല്ല ഞാൻ ചോദിച്ചത്. നമുക്കൊരു ഫ്രണ്ട് എന്നുള്ള നിലയിലേ നമ്മളൊരാളും നേരം വിളിച്ചിട്ട് വിളിച്ചാ പോലെ അതുവരെ കാത്തിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊന്നുമല്ലല്ലോ പ്രണയത്താൽ. അതെ, ഇത് ഒരുമാതിരി ഒരു വേദനയുള്ള സംഭവമാണ്. ഈ അത് വേദന മുക്കുമ്പോഴുള്ള സംഭവമാണ് ഇത്. 3 മണിക്കൊരു പെണ്ണിനെ വിളിച്ചേൽപ്പിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു. ഹിമാലയ സാനുക്കളിലെ ഞാൻ പെണ്ണുങ്ങളെ കാര്യമല്ല പറഞ്ഞു. പെണ്ണുങ്ങളെ വിളിക്കാനല്ല, 3 മണിക്ക് വിളിക്കുന്ന ആണുങ്ങളോ. എന്തിനീ 3 മണിക്ക് ബാങ്ക് വിളിക്കാനുള്ള 4 മണിക്ക് എണീക്കുള്ളൂ. 3 മണിക്ക് എന്തിനും ഒരു മനുഷ്യനെ വിളിച്ചേൽപ്പിക്കണം? വ്യക്തമായ കാരണം വേണം അതിന്. ഒന്നിനും അയാളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട്. വെറുതെ മലന്നടിച്ച് ഉറങ്ങിക്കണമെന്ന് ഒരുത്തനോട് ഹലോ സുഖമാണെന്ന് മുകേഷ് ഏട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മണിക്ക് വിളിച്ചപ്പോ ഒക്കെ പ്രശ്നം. അതുപോലെ സലീമേട്ടൻ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? ആ സമയത്ത് വിളിക്കാം. അവന്റെ അവസാനോട് ആണോ? പ്രശ്നം ഉണ്ടാക്കുവോ? പിന്നെ അല്ലാണ്ട് കണ്ടേ പ്രശ്നം ഉണ്ടാക്കണ്ടേ? ആ ഫ്രണ്ടാണോ അവൻ? അടിക്കണ്ടേ അവനാ? ഇത് പുള്ളിക്കാരത്തി ചോദിച്ചതിന്റെ ചോദ്യം ഫ്രണ്ട് വിളിച്ചാലല്ല. മുകേഷ് എണ്ണയൊക്കെ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി കഴിയുമ്പോ രാത്രി ഓരോ ആരാധകരെ വിളിച്ച് ശല്യം ചെയ്യില്ലായിരുന്നു. അല്ല, ഫ്രണ്ട് വിളിച്ചാലും അത് തന്നെ പറയണം. ഫ്രണ്ട് വിളിച്ചാലും അത് തന്നെ പറയണം. ഞാൻ അത്തരത്തിൽപ്പെട്ട ആളാണ്. അല്ല, എന്നാലും ആരാധികമാരുമല്ലോ ഇപ്പം കാര്യമായിട്ടിരുന്ന് വിളിക്കുക. കാരണം സലീമേട്ടൻ ഒരുപാട് ഗേൾസ് ഫോളോയിങ് ഉള്ള ഒരാൾ കൂടിയായിരുന്നു സലീമേട്ടൻ. ഈ കോമഡി ചെയ്യുന്നവരോടൊരു പ്രത്യേക ഒരു ഇഷ്ടം സ്ത്രീകൾക്കുണ്ട്. ഞാനൊരു അകലം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സ്ഥിരമായിട്ട് വിളിപ്പിക്കാൻ അനുവദിക്കാറില്ല. ഓക്കെ, ബന്ധം അവിടെ മുറിച്ച് കളയാ. സ്ഥിരം ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോ ദിലീപേട്ടനുമായിട്ടുള്ള ഫ്രണ്ട്സ് എനിമീസ് എന്നുള്ളതിൽ എങ്ങനെ ഉത്തരം പറയുന്നു സലീമേട്ടൻ? ലാബിൽ കൊടുത്ത് അവർ തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കട്ടെ. എനിക്കൊന്നും പറയാനില്ല അത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സലീം കുമാർസ് നെറ്റ് വർത്ത്. എന്താ പറയാണ്ട്?
നെറ്റ് വർത്ത് എന്ന് പറയുമ്പോ ഏട്ടാ മൊത്തത്തിലുള്ള സലീമേട്ടന്റെ ആസ്തി എന്താണ്? അതാണ് അതെനിക്ക് മനസ്സിലായി. അതെന്താ പറയേണ്ടത്? ഇടിക്കാരൊക്കെ വിളിക്കട്ടെ കേട്ടോ, എന്നിട്ട് പറ. ഇന്റർവ്യൂല് വന്നേക്കണത് എന്റെ സ്വത്ത് വിവരം ഞാൻ ഇലക്ഷൻ വെക്കട്ടെ. എന്നാലും ഒരു ഉദ്ദേശം, ഒരു അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ എന്ത് ഒന്നുമില്ലെന്നേ. ഞെട്ട് വരിക ഒന്നുമില്ല എനിക്ക്. മണി മാനേജ്മെന്റ് ചെയ്യാറുണ്ടോ സലീമേട്ടൻ? അതായത് ഇത്രയും, കാരണം അത്രയും പടങ്ങളിൽ അഭിനയിച്ച ഒരാളാണ്. ഇല്ലില്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ സാധാരണക്കാരനാണ്, സാധാരണ ഒരു കർഷകനാണ്. ഞാൻ ഒരു വീടുണ്ട്, എനിക്ക് സാമാന്യ ഭേദപ്പെട്ട ഒരു വീടുണ്ട്. നല്ല വീടാണ് പക്ഷെ സലീം. അതെ, ഒരു വീടുണ്ട്. അതിനുശേഷം ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഞാൻ വലിയ കോടീശ്വരനൊന്നുമല്ല. ഓക്കെ. മണി വർത്ത് എന്നൊക്കെ പറഞ്ഞ അവിടെ എന്താണ് നെറ്റ് വർത്ത്, മണി നെറ്റ് വർത്ത് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് സംസാരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഇല്ല, സാധാരണ മനുഷ്യനാണ് ഞാൻ. ഓക്കെ, ഡൺ. അപ്പൊ അങ്ങനെ എഴുതാം.